നമസ്കാരം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് മറ്റു പലരെയും സ്നേഹിച്ചു പോകും. അതിനെയല്ല സ്നേഹിക്കേണ്ടത്, നമ്മൾ നമ്മളെയാണ് സ്നേഹിക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ള വിഷയത്തിൽ ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ. നമ്മൾ പലപ്പോഴും മറ്റു പലതും ശരിയായാൽ, ഇന്ന ആൾ എൻ്റെ ഒപ്പം ജീവിക്കാൻ തുടങ്ങി, എൻ്റെ ലൈഫ് പാർട്ട്ണർ ആയാൽ, അല്ലെങ്കിൽ ഇന്ന ബിസിനസ് എനിക്ക് കിട്ടിയാൽ, ഇന്ന സമ്പാദ്യം ജോലി എനിക്ക് കിട്ടിയാൽ, ഇന്ന ക്വാളിഫിക്കേഷൻ എനിക്ക് കിട്ടിയാൽ, ഇന്നത് കിട്ടിയാൽ പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിച്ചു പോലും. അതുകൊണ്ട് അത് കിട്ടിയാലേ നമുക്കൊരു സുഖം കിട്ടുള്ളൂ എന്നാണ് കാരണം. ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളല്ലാതെ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒന്നും സ്വന്തമായി ഇല്ല. അതൊന്നും സ്വന്തമാക്കാൻ നമുക്ക് പറ്റുകയുമില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ സ്നേഹിക്കുക. നമ്മളാണ് ഫാക്ട്. നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മളുള്ളൂ. നമ്മൾ മരണപ്പെടുന്നെന്ന് നമ്മളില്ലാതാവും. അല്ലേ? ഇതല്ലേ ഫാക്ട്? ഈ ഫാക്ട് ഉൾക്കൊള്ളുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്ത് നമ്മളെ കേന്ദ്രബിന്ദുവാക്കി വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്ന അവന് സുഖത്തിനായി വരണമെന്നുള്ള കൺസെപ്റ്റിൽ ബാക്കിയെല്ലാം സാക്ഷിഭാവത്തിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആ കണ്ടീഷന് വകതിരോടുകൂടി ആഗ്രഹിക്കുന്ന പറ്റുന്ന ആ നമ്മളോട് യോജിച്ച് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളെ മുഴുവൻ യോജിപ്പിച്ച് നിർത്തുകയും അതിൽ നിന്ന് അമിതമായിട്ടുള്ള മക്കളുടെ അടുത്താണെങ്കിലും കുട്ടികളുടെ അടുത്താണെങ്കിലും അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മൻ്റെ അടുത്താണെങ്കിലും സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും അമിതമായിട്ടുള്ള പ്രതീക്ഷയോടുകൂടി ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് വലിയ ജീവിത സമാധാനം കിട്ടാൻ സാധിക്കും. അമിതമായിട്ടുള്ള പ്രതീക്ഷ എത്രത്തോളം എക്സ്പെക്റ്റേഷൻ കൂടുന്നോ അത്രത്തോളം ആ ഗ്രൗണ്ട് റിയാലിറ്റി എക്സ്പെക്റ്റേഷന് ഗ്യാപ്പ് വന്നാൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും. അപ്പൊ ഡിസാറ്റിസ്ഫാക്ഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എക്സ്പെക്റ്റേഷൻ എന്നാണ്. എക്സ്പെക്റ്റേഷൻ മറ്റൊരാളിലേക്ക് മറ്റൊരു സാധനത്തേക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ ആണ് ഡിസാറ്റിസ്ഫാക്ഷന്റെ തുടക്കം. അപ്പോൾ start loving yourself, be satisfied with what you have, admit what you have. നമ്മൾ എന്താണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഉറപ്പിച്ച് യെസ്, വിഷൻ ആവാം, ഡ്രീം ആവാം. ആ വിഷനിലേക്കും ഡ്രീമിലേക്കും നമ്മൾ വർക്ക് ചെയ്യണം. അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. എന്തായാലും വി ലവ് ourselves and we are satisfied with ourselves, what we have. അതിൽ നിന്ന് എനിക്ക് എന്തും നേടിയെടുക്കാൻ എത്ര പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്താലും ഞാൻ ഇതിനേക്കാട്ടിലും ബെറ്ററായി നേടും എന്നുള്ള ഉറപ്പിലേക്ക് നമ്മുടെ മനസ്ഥിതി എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് വരെ ഇല്ലാത്ത വലിയൊരു സംതൃപ്തിയും വലിയൊരു ആനന്ദവും കൈക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ യോഗയോ അല്ലെങ്കിൽ വലിയ തപസ്സോ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ആനന്ദം കൈക്കൊള്ളുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നോ കാണുന്നോ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്നോ ആയിട്ടുള്ള റിയൽ ആനന്ദം, സാധാരണ ഹാപ്പിനെസ് അല്ല. അല്ലെങ്കിൽ ഒരു സാധനം ഒരു പരീക്ഷ എഴുതി അല്ലെങ്കിൽ ഒരാൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, എൻ്റെ അച്ഛനാ ഒരു സന്തോഷം പറഞ്ഞു, അമ്മയൊരു സന്തോഷം പറഞ്ഞു, ഭാര്യ ഒരു വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, മക്കളെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, അപ്പം ഉണ്ടാവുന്ന ആ സന്തോഷം അല്ല ഞാൻ പറയുന്നത്. റിയൽ ആയിട്ട് ആനന്ദം, നമ്മളെ സ്നേഹിച്ച് നമ്മളിൽ സംതൃപ്തരായിട്ടൊരു ആനന്ദം കൈക്കൊള്ളുന്ന ആർക്കാണെങ്കിലും അവർ ഞാനീ പറഞ്ഞ ഒരു സ്റ്റാറ്റസിലേക്ക്, ഒരു സ്റ്റേജിലേക്ക് അവർ മനസ്സെത്തിയിട്ടുണ്ടാവും. റൈറ്റ്? അപ്പോൾ ദാറ്റ് മീൻസ് ഇന്ന് മുതലെങ്കിലും സ്റ്റാർട്ട് ലവിങ് ourselves. റൈറ്റ്? നമ്മൾ റെസ്പെക്ട് ചെയ്യുക, നമ്മൾ സ്നേഹിക്കുക, നമ്മളെ ബഹുമാനിക്കുക. എന്നിട്ട് നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് മറ്റുള്ളവർക്ക് ദോഷം വരാത്ത രീതിയിൽ അതിന് മോൾഡ് ചെയ്യുക. എന്നിട്ട് ആ ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്ന ആഗ്രഹങ്ങൾ, ചേർന്ന് നിൽക്കുന്ന ആളുകളിനൊപ്പം നിർത്തുക, ചേർന്ന് നിൽക്കുന്ന ആളുകൾ വിട്ടുപോയാൽ അതിനെ മറക്കുക, ചേർന്ന് നിൽക്കുന്ന ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടൊരു ചലഞ്ചിൽ നമ്മൾ പോയി ആ ചലഞ്ച് അത് വിടുക, വീണ്ടും റീട്രൈ ചെയ്യുക, വേറെ എന്തും കിട്ടും തീർച്ചയായിട്ടും. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പ്രൈം നമ്മളാണെങ്കിൽ നമ്മൾക്ക് റീട്രൈ ചെയ്യാനും ബിസിനസ്സിലും വർക്കിലും എക്സാമിനേഷൻസിലും എല്ലാ കാര്യത്തിലും നമുക്ക് റീട്രൈ ചെയ്യാനുള്ള എബിലിറ്റി, ആ സന്തോഷം, സംതൃപ്തി, കോൺഫിഡൻറ്റ് എല്ലാം കൂടും. ഇതിന് ഈ തരത്തിലല്ലേ നമ്മൾ നോക്കിക്കാണ്ടതെന്ന് നിങ്ങളൊന്ന് ഞാൻ പറയുന്ന മാത്രം കൂടെ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇത് മനസ്സിലാവാൻ വലിയ റോക്കറ്റ് സയൻസ് വേണ്ട, ജസ്റ്റ് കോമൺ സെൻസ് മതി. ഇത് മനസ്സിലാക്കി നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മൈൻഡിൽ എത്താൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ലവ് യുവർ സെൽഫ്. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും alibaba.com ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് വോളിയം ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈസും ഒക്കെ 5% മുതൽ 50% വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയും സൂപ്പർ എഫിഷ്യന്റ് ആയും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിന്റെ അകത്ത് കൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹീറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവർ മുൻകൂട്ടി തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല.
നമ്മൾ ബിൽഡേഴ്സ് ചെയ്യുമ്പം ഒത്തിരി കുറഞ്ഞിട്ടാണ്, ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാം കുറഞ്ഞിട്ടാണ് വരുന്നത്. അത് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ CT ആപ്പിൽ 10% കുറവാണല്ലോ വരുന്നത് എല്ലാത്തിലും. അത് ഒത്തിരി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ ബഡ്ജറ്റിൽ എത്തുന്നത്. ഡിസൈൻ നന്നായിരുന്നു, വർക്കും കുഴപ്പമില്ലായിരുന്നു. പ്രോപ്പറായിട്ട് തന്നെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ, കാസർഗോഡ് വന്നത് തന്നെ. അതുപോലെ ആദ്യം വീട് കയറ്റുമ്പോൾ നല്ല ടെൻഷൻ, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ ആദ്യം പോകണം. പിന്നെ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് അധികം വന്ന് നോക്കാറില്ല. ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിൽ നിന്ന് ഒരു ടെൻഷനും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. ഇനീഷ്യലി നമുക്ക് ഇവിടെ താമസിക്കാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റ് ചെയ്ത് വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മൾ മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.